ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിവാഹം വിരൂപമാക്കരുത് എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പങ്കാളിയെ ബഹുമാനിക്കുക, പങ്കാളിയിൽ അഭിമാനിക്കുക. ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ പങ്കാളിയിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അവരുടെ വിവാഹ ജീവിതം വളരെ അനുഗ്രഹപ്രദമായിരിക്കും. രണ്ട് സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഒന്ന്, ഒരു ഭാര്യ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. എൻ്റെ ഭർത്താവ് എന്നെ ഞങ്ങൾ ബെഡ്റൂമിലായിരിക്കുമ്പോൾ ഒന്ന് തല്ലിയാലും, എൻ്റെ കരണത്തടിച്ചാൽ പോലും എനിക്ക് അത്ര വിഷമമില്ല. പക്ഷെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ, സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അവഹേളിക്കുന്നതും കൊച്ചാക്കുന്നതുമാണ്. അതാണ് എനിക്ക് എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ദമ്പതിമാർ പ്രത്യേകം ജീവിത പങ്കാളിയെ ബഹുമാനിക്കുന്നവരാണെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്: സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കാളിയെ അപമാനിക്കരുത്. കാരണം നിങ്ങൾ പങ്കാളിയെ ബഹുമാനിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എഫേസസ് 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം നൽകുന്ന ഒരു സന്ദേശമാണ്. പങ്കാളിക്ക് നൽകേണ്ടത് ബഹുമാനമാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം വളരെ വലുതായിരിക്കും. രണ്ടാമതൊരു കാര്യം, ഒരിക്കൽ ഒരു പെണ്ണ് കാണാൻ പോയ ചെറുക്കനോട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹം ആ സമയത്ത് നാട്ടിലില്ലായിരുന്നു, സഹോദരൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നീ പെണ്ണ് കാണാൻ പോയപ്പം കണ്ണാടി എടുത്തിട്ടില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് നീ സമ്മതിച്ചത്? കാരണം ആ പെണ്ണിന് കളർ ഇച്ചിരി കുറവായിരുന്നു. അതുകൊണ്ടാണ് ജ്യേഷ്ഠൻ പോലും അനുജനോട് ഇപ്രകാരം ചോദിച്ചത്. പക്ഷേ ഈ വിവാഹിതനായ അനുജൻ പറഞ്ഞൊരു കാര്യം: എൻ്റെ ഭാര്യ എന്നെക്കാൾ സ്നേഹമുള്ള വ്യക്തിയാണ്, എൻ്റെ ഭാര്യ എന്നെക്കാൾ സാമർഥ്യമുള്ള കഴിവുകളുള്ള വ്യക്തിയാണ്, എൻ്റെ ഭാര്യ അവളായതുകൊണ്ടാണ് എൻ്റെ കുറവുകളെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു, ഭാര്യയിൽ നന്മകൾ കണ്ട്, കുറവ് കണ്ട് അത് ഉയർത്തിപ്പിടിച്ച് അവരെ അപമാനിക്കാനല്ല നോക്കിയത്, അവരിലെ നന്മകൾ കണ്ട് അവ ഉയർത്തിപ്പിടിച്ച് അവരെ ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ട് ഈ ഭർത്താവിനെ കാണാൻ പറ്റും. ജീവിത പങ്കാളിയെ ബഹുമാനിക്കുക, ജീവിത പങ്കാളിയിൽ അഭിമാനം കൊള്ളുക, ഇത് രണ്ടിനും ഏറ്റവും നല്ല ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് വിശുദ്ധ യൗസേപ്പ് പിതാവാണ്. യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നു, മറിയത്തെ ബഹുമാനിച്ച ഒരു വ്യക്തി, അതുപോലെ തന്നെ മറിയത്തിൽ അഭിമാനം കൊണ്ടൊരു വ്യക്തി. ഇങ്ങനെ ഇത്രയും നല്ല ഒരു വിശുദ്ധയുടെ ഭർത്താവാകാൻ സാധിച്ചല്ലോ എന്ന ആ ഒരു ചിന്തയിൽ ഭാര്യയിൽ അഭിമാനം കൊണ്ടൊരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. ഇതാണ് ദമ്പതിമാർക്ക് മാതൃകയായി മാറേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഭാര്യയും ഭർത്താവും രണ്ട് കാര്യത്തിൽ മുൻപന്തിയിലായിരിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എഫേസസ് 5-ാം അധ്യായം, അതുപോലെ 1 പത്രോസ് 3-ാം അധ്യായം, ഈ അധ്യായങ്ങളെല്ലാം ഇക്കാര്യം പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും മുൻപന്തിയിലായിരിക്കണം. ഒന്ന്, സ്നേഹിക്കുന്ന കാര്യത്തിൽ; രണ്ടാമത്തേത്, ബഹുമാനിക്കുന്ന കാര്യത്തിൽ. നമുക്ക് ഏതാനും കാര്യങ്ങൾ സ്നേഹം ഹനിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. അതിലൊന്നാമത്തേതാണ് നിഗൂഢത. ഇന്ന് ചില ഭർത്താക്കന്മാർ, അവർക്ക് ഭാര്യ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഒന്നും അറിയില്ല. അങ്ങനെ നിഗൂഢത നമ്മൾ കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 27-ന്റെ 5-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. പറയുന്നുണ്ട്, ജീവിത പങ്കാളിക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അത് തിരുത്താൻ സാധിക്കും. പക്ഷേ നിഗൂഢമായ സ്നേഹം അതല്ല ദമ്പതിമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമത്തേതാണ് അവിശുദ്ധ ബന്ധങ്ങൾ. ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയമാണ് അവിശുദ്ധ ബന്ധം. അത് സ്നേഹം ഹനിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തേതാണ് കാപട്യം. പറയുന്നുണ്ട്, സ്നേഹം ഹനിക്കുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ബഹുമാനം ഹനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിരന്തരമായ കുറ്റപ്പെടുത്തൽ. ചിലർക്ക് ജീവിത പങ്കാളിയുടെ കുറ്റം പറയാനേ നേരമുള്ളൂ. രണ്ടാമത്തേതാണ് വാക്ക് പാലിക്കാതിരിക്കുന്നത്. പല വാഗ്ദാനങ്ങളും അവർ കൊടുക്കും, പക്ഷെ വാക്ക് പാലിക്കത്തില്ല. മൂന്നാമത്തേതാണ് നുണ പറയുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം നുണ പറയുന്ന ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടത് തിരുത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത് പരസ്പരം ബഹുമാനിക്കാതെ കടിച്ചു കീറുന്ന ദമ്പതിമാരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്.
സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബത്തെ ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.